മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 11ാമത്തെയാണ്. ഇതിന്റെ പാർട്ട് 1 ആയ കാൽക്കുലേഷൻ ആണ്. ഇതുവരെയുള്ള എല്ലാ സ്റ്റിച്ചിങ് ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ക്ലാസ്സിലേക്ക് അടക്കാം. പാർട്ട് 1 ആയ കാൽക്കുലേഷൻ. പ്ലീറ്റഡ് ടോപ്പ് ആൻഡ് സ്കേർട്ട്. ഫുൾ ലെങ്ത് 42 ഇഞ്ച്, ടോപ്പ് ലെങ്ത് 12.5 ഇഞ്ച്, ചെസ്റ്റ് 31 ഇഞ്ച്, ഷേപ്പ് 28 ഇഞ്ച്, ഷേപ്പ് ലെങ്ത് 12 ഇഞ്ച്. 0 to 1 ടോപ്പ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച്. അപ്പൊ ടോപ്പ് ലെങ്ത് നമുക്ക് 12.5 കിട്ടിയത്. അതിൻ്റെ 1 ഇഞ്ച് കൂട്ടി 13.5 ഇഞ്ച് എടുത്തു. 0 to 2 ആണ്. ചെസ്റ്റ് പ്ലസ് 4 ഡിവൈഡ് ബൈ 4. ചെസ്റ്റ് നമുക്ക് ഇവിടെ 31 കിട്ടിയത്. 4 നമ്മൾ ലൂസ് ആണ് എടുത്തേക്കുന്നത്. 30 ഇഞ്ചിന് മേലേക്ക് ആണെങ്കിൽ നമ്മൾ 4 ഇഞ്ചാണ് ലൂസ് ഇടണേന്നുള്ളത് നമ്മൾ മെഷർമെന്റ് ചാർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെഷർമെന്റ് ചാർട്ടിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മെഷർമെന്റ് ചാർട്ട് വെച്ചാണ് നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെസ്റ്റ് പ്ലസ് 4, 31 പ്ലസ് 4 നമുക്ക് ചെയ്യുമ്പോൾ 35 കിട്ടി. അത് ഡിവൈഡ് ബൈ 4. അതിന് 4-1 നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് 8.75 കിട്ടി. അതിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10.25 കിട്ടി. അടുത്ത് 0 to 3 അത് ഷോൾഡർ. നമ്മൾ മെഷർമെന്റ് ചാർട്ട് വെച്ചാണ് 6 ഇഞ്ച് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടണം നിർബന്ധമില്ല. ഈ 6 ഇഞ്ച് വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടിയെന്നുള്ളൂ. അപ്പൊ 6.25 കിട്ടി. 3 to 4 ഇതേപോലെ തന്നെ 6.25. 0 to 5 നെക്ക് വെഡ്ത്ത് 3 ഇഞ്ച് നമ്മൾ മെഷർമെന്റ് ചാർട്ട് വെച്ചാണ്. 5 to 6 നെക്ക് ഡെപ്ത് 6 ഇഞ്ച് തന്നെയാണ്. ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി ഞാൻ 6.25 എടുത്തു. ഇതെല്ലാം മെഷർമെന്റ് ചാർട്ട് വെച്ചാണ് ചെയ്തേക്കുന്നത്. 3 to 7 ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുത്തു. പിന്നെ ഷേപ്പ് ഇത് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അളവ് വെച്ച് തന്നെ നമുക്ക് കട്ട് സ്റ്റിച്ചിങ്ങിൽ ഞാനത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിന്റെ ഷേപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ലൂസ് ആഡ് ചെയ്യുന്നത്. അതേ ഡിവൈഡ് ബൈ 4 ചെയ്യാം. അപ്പൊ 28 പ്ലസ് 3 ചെയ്യുമ്പോൾ എനിക്ക് 31 കിട്ടി. എൻ്റെ 4-1 ചെയ്തിട്ട് 7.25. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 9.25 കിട്ടി. ഈ ഒരു ഷേപ്പിന്റെ ഈ ഒരു പോർഷൻ ഓപ്ഷണൽ ആണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെസ്റ്റ് എത്രയാണ് കിട്ടിയത് അതിന് 1 ഇഞ്ച് കുറച്ചാലും മതി. അടുത്തത് സ്കേർട്ട് ആണ്. 0 to 1 അതായത് സ്കേർട്ടിന്റെ ലെങ്ത് നമുക്ക് ഫുൾ ലെങ്ത് എത്രയാണ് കിട്ടിയത് അതിന് ടോപ്പ് ലെങ്ത് കുറയ്ക്കാം. ഫുൾ ലെങ്ത് 42 ആണ്. അതിൽ നിന്ന് ടോപ്പ് ലെങ്ത് 12.5 കുറച്ചു. അപ്പൊ എനിക്ക് 29 കിട്ടി. അതിൻ്റെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് മുകളിൽ നമുക്ക് ടോപ്പ് സ്കേർട്ട് അറ്റാച്ച് ചെയ്യാനും അടിവശം 1 ഇഞ്ച് മടക്കി അടിക്കാനും വേണ്ടിയാണ് 1.5 ഇഞ്ച് ഇവിടെ ആഡ് ചെയ്തത്. അപ്പൊ 29 പ്ലസ് 1.5 എന്ന രീതിയിൽ 31 ഇഞ്ച് കിട്ടി. അടുത്ത് 0 to 2 സ്കേർട്ടിന്റെ വിഡ്ത്ത് ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ 0 to 2 നമുക്ക് എത്രയാണോ കിട്ടിയത് അതിന്റെ 2 ഇരട്ടി വേണം എടുക്കാൻ. കാരണം ഈ കിട്ടിയ അളവിന്റെ 2 ഇരട്ടി വേണം ഒരു സൈഡിലേക്ക് എടുക്കാനായിട്ട്. ഇപ്പൊ 0 to 2 ടോപ്പിൽ നമുക്ക് 10.25 കിട്ടിയത്. അതിന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 10.25 ഇൻറ്റു 2 ചെയ്തപ്പോൾ എനിക്ക് 20 കിട്ടി. ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ്. നമുക്ക് ബോഡിയിൽ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടില് റൈറ്റ് സൈഡിലേക്ക് മാത്രമായിട്ട് 20 വന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് 20 വരുമ്പോൾ 20 എന്ന രീതിയിൽ 41 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് തുണിക്ക് വീതി വേണം. ബാക്കിലേക്ക് നമുക്ക് എത്ര വരും? 41 രീതിയിൽ 82 ഇഞ്ചും മൊത്തം ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് വേണ്ടി വരും. അടുത്ത് 3 to 4 1 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് മടക്കി അടിക്കാനാണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ആകെ കൂടി ഉള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.